വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിൽ നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫോൾസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നെട്ട ഡാം വഴിയാണ് പോയത്. ഈ ഒരു നെട്ട ഭാഗത്ത് ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അതിനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ ഒരു ഡാമിൻ്റെ അവിടേക്ക് ഇറങ്ങി നിന്നിട്ടാണ് പോയത്. ഇപ്പോൾ ഒരു 11:45 സമയമായിട്ടുണ്ട്. നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പോവാം. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ അതേ നമ്മളിപ്പോൾ തൃപ്പരപ്പിൻ്റെ ആ റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാർ പാർക്കിങ്ങിനായിട്ട് ടിക്കറ്റ് ഉണ്ട്. കാർ പാർക്കിങ്ങിന് 50 രൂപയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ വാട്ടർഫോൾസിൽ ഇറങ്ങാനായിട്ട് ഒരാൾക്ക് 10 രൂപയും ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കടകളുണ്ട് അപ്പുറം ഇപ്പുറം ആയിട്ടൊക്കെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ച് പോകാം. തണ്ണിമത്തനും പൈനാപ്പിളും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കടകളാണ്. അപ്പോൾ ഈ ഒരു ബോർഡാണ് നമുക്ക് ബോട്ടിങ്ങിനായിട്ട് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അവിടെ ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ബോട്ടിംഗ് എന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിംഗ് എന്ന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് മേളിലേക്ക് കയറിയതിന് ശേഷം ഒരു പാലവും ഉണ്ട്. ആ പാലം കടന്ന് വേണം നമുക്ക് അപ്പുറത്ത് ബോട്ടിങ്ങിനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം വേനൽ സമയമാണ്. നല്ലപോലെ വെള്ളം കുറഞ്ഞു കിടക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൽമണ്ഡപത്തിൻ്റെ അവിടെയൊന്നും വെള്ളമില്ല. പിന്നെ അവിടെയൊക്കെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു വെയിലായതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ ആരും ആ ഭാഗത്തോട്ട് അങ്ങനെ ഇറങ്ങുന്നില്ല. നല്ല വെയിലുണ്ട് ഈ ഒരു സമയം. അപ്പോൾ ആ ഭാഗത്തേക്ക് അങ്ങനെ വലുതായിട്ട് ആരും ഇറങ്ങുന്നില്ല. പക്ഷേ മഴ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിറഞ്ഞ് ഈ ഒരു കൽമണ്ഡപമൊക്കെ നിറഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത് വെള്ളം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു സമയത്തൊന്നും ആരും ഇറക്കത്തില്ല. ഈ ഒരു വേനൽ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാം. ചൂടായതുകൊണ്ട് ആരും അവിടെ അങ്ങനെ ഇറങ്ങില്ല. പിന്നെ ഈ ഒരു വെള്ളക്കെട്ടത്തിൻ്റെ അവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ഡാമിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവിടെ നീന്തൽ അറിയാവുന്നവരാണ് ഇറങ്ങുന്നത്. അല്ലാത്തവർ അവിടെ ആ ഭാഗത്തേക്ക് ഇറക്കത്തില്ല. ഇപ്പം പിള്ളേരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അപ്പോൾ നീന്തൽ അറിയാവുന്ന കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഇറങ്ങാം. അല്ലാതുള്ളവരെ ഒന്നും ആ ഭാഗത്തേക്ക് ഇറക്കത്തില്ല. അപ്പോൾ ഈ ഒരു പാലം ഇങ്ങനെ നടന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല വഴുക്കലുണ്ട്. നമ്മൾ അത്രയും സൂക്ഷിച്ച് നടന്നു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ. പെഡൽ ബോട്ടും ഉണ്ട്, അല്ലാതെ നോർമൽ ബോട്ടും ഉണ്ട്. ഈ ഒരു വെയിലൊക്കെ അടിച്ച് വരുന്ന സമയത്ത് ഇവിടെ കുടിക്കാനായിട്ട് ഒരുപാട് സർബത്ത് കടകൾ, ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട് ആ ഭാഗത്തായിട്ടൊക്കെ. അപ്പോൾ പെഡൽ ബോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ചവിട്ടി വേണം നമ്മൾ പോയി അതുപോലെ തിരിച്ച് വരണം. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിലടിച്ച് നമുക്ക് പിന്നെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമുക്ക് ക്ഷീണമായി പോകും. അതുകൊണ്ട് ഞങ്ങൾ പെഡൽ ബോട്ട് എടുത്തില്ല. നമ്മൾ ഈ ഒരു നോർമൽ സാധാരണ ബോട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവരിങ്ങനെ ചവിട്ടി വരുന്നതൊക്കെ കാണാനായിട്ടൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ഒരു സാധാരണ ബോട്ടിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു റൗണ്ട് എടുത്തിട്ട് തിരിച്ചിങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളും സാധാരണ ബോട്ടിൽ കയറി. അപ്പോൾ ഇനി നമുക്കും കൂടി ഈ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. പക്ഷേ ഈ ഒരു ബോട്ടിങ് നമുക്ക് ഒഴിവാക്കാം ഈ ഒരു ചൂട് സമയത്ത്. അല്ലാതുള്ള സമയമൊക്കെയാണ്, വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷേ ഈ ഒരു വെയിലത്ത് നമുക്ക് ഈ ഒരു ബോട്ടിങ് ഒഴിവാക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇത് അവിടുത്തെ ശിവൻകോവിലാണ്. ഈ ഒരു ശിവൻകോവിലിൽ അവിടെ എന്നും അന്നദാനമുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നപോലെ അന്നദാനമുണ്ട്, കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇവിടെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കയറി കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ നിങ്ങളൊരു 1 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അമ്പലത്തിൽ നിന്ന് അന്നദാനം കൂടി കഴിച്ചിട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വരുന്നത് ഈ ഒരു ലോക്കർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ലോക്കർ എടുത്തു. 50 രൂപയാണ് കേട്ടോ ലോക്കർ. അപ്പോൾ ലോക്കറൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വാട്ടർഫോൾസിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അതേ 2 സൈഡിലായിട്ടും ടോയ്സും പിന്നെ ഡ്രസ്സൊക്കെ ഉള്ള കടകളുണ്ട്. പിന്നെ അല്ലാതെ ബജിക്കട അങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മേടിക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂ. നമ്മൾ മേളിൽ നിന്ന് കാണുന്നുള്ള വ്യൂ ഇതാണ്. അപ്പോൾ ആ കൽമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണിത്.
മേൽഭാഗം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു വെള്ളം ഭയങ്കര കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്, നമ്മൾ ബോട്ടിങ്ങിന് പോയ സ്ഥലം കണ്ടപ്പോൾ. പക്ഷേ നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാൻ, ഒരുപാട് ചിലവൊന്നുമില്ല. എല്ലാം കൂടി ഒരു 300 രൂപയ്ക്കകത്ത് നമുക്ക് നിൽക്കുന്ന ചിലവേ ഉള്ളൂ. നമ്മൾ പിന്നെ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പെട്രോളിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു തൃപ്പരപ്പ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തൃപ്പരപ്പിൽ നിന്ന് ഒരു 50-55 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കന്യാകുമാരിയിലേക്കും പോകാം നമുക്ക്. അപ്പോൾ ഈ ഒരു തൃപ്പരപ്പിൽ നിന്ന് കുളിച്ചെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ അമ്പലത്തിൽ ശിവൻകോവിലൊക്കെ കയറിയിട്ട് നേരെ നമുക്ക് വേണമെങ്കിൽ കന്യാകുമാരിയിലൊക്കെ പോകാനായിട്ട് എളുപ്പമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരു ദിവസം പോകുന്നതേ അറിയില്ല, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. പിന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം, ഒരു സൈഡ് പെണ്ണുങ്ങൾക്കും ഒരു സൈഡ് ആണുങ്ങൾക്കും. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നതിന് പ്രശ്നമില്ല, അല്ലാതെ ഉള്ളതാണെങ്കിൽ രണ്ട് സൈഡായിട്ടാണ് തിരിച്ച് നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും കമ്പികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സേഫായിട്ട് നിൽക്കാം. പിന്നെ കുറച്ചിപ്പോൾ ഫോഴ്സ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളൊന്ന് ഇറുക്കി പിടിച്ചോണം, അല്ലെങ്കിൽ അവരങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. അപ്പോൾ ഇതേ സോച്ചേട്ടനും ആദ്യക്കുട്ടനും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടൻ ഇങ്ങനെ പിടിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഇങ്ങനെ കൈയും തട്ടി മാറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ അച്ഛനും സോച്ചേട്ടനും ഒക്കെ കുളിച്ചു. അപ്പോൾ ഇതേ ആദ്യക്കുട്ടൻ കൈ പിടിക്കാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല, നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ അവൻ പിടിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, തന്നെ നിന്നോളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ അപ്പുറത്തെ സൈഡിലായിട്ട് പോയി, അമ്മയ്ക്ക് ഒക്കെ നനയാനായിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയി, ഞാനും അമ്മയ്ക്ക് നനയാനായിട്ട്. പക്ഷേ ആ ഒരു സൈഡിലെന്ന് പറയുന്നത് നല്ല വഴുക്കലുണ്ട്, ആ ഒരു ഭാഗം പെണ്ണുങ്ങൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നല്ല വഴുക്കലുണ്ട്. അതുപോലെ തന്നെ ആദ്യക്കുട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്ത് തന്നെ വന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ നിന്നിട്ടായിരുന്നു പിന്നെ കളിയും കാര്യങ്ങളൊക്കെ. നല്ല രസമായിരുന്നു. നമുക്ക് ഒരു ദിവസം ഒരു 1 ഡേ ട്രിപ്പ് വലിയ ചിലവൊന്നുമില്ല, അത് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു തൃപ്പരപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഫോഴ്സിൽ, നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനെ കമ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നു, എന്നാലും നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ തൃപ്പരപ്പിന് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു നെട്ട ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെട്ട ഭാഗത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 5 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലൊക്കെ ഫുഡ് ഏകദേശം തീർന്നു. പിന്നെ ഉണ്ടായിരുന്ന ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്ക്, നമുക്ക് ഇപ്പോഴൊന്നും ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഈ ഒരു ഡാമിൻ്റെ ഭാഗത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. നേരെ പോകുന്നത് നമ്മുടെ പുഞ്ചക്കരി ഷാപ്പിലാണ്. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കായൽ മീനോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ വന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് വന്നിട്ട് മീൻ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മളൊരു ചെറിയ മീനാണ് നമ്മൾ പറഞ്ഞത്, ആ മേളിലിരിക്കുന്ന മീനാണ്. പിന്നെ ഇത്രയും മീനുകൾ അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കരിമീനാണ്, ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, എല്ലാ മീനിലും ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പന്നി റോസ്റ്റ്, പിന്നെ കപ്പ, അപ്പം, പൊറോട്ട, മീൻ കറി, മീൻ ഫ്രൈ, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പന്നി ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര എരിവായിരുന്നു, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, മീൻകറിയും കപ്പയും ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മീൻ വറുത്തത് ഒരു രക്ഷയില്ല, അവരുടെ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂട് മീൻ വറുത്തതും കപ്പയും മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാനായിട്ട് പോവാണ്. മീൻകറി അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ കറികൾക്കൊക്കെ ഒരു പൊടി എരിവ് കൂടുതലാണ്, മീൻകറിക്കൊക്കെ പാകമായിരുന്നു. പക്ഷേ പന്നിക്ക് ഭയങ്കര എരിവായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്ര എരിവായിരുന്നു. എന്നാൽ ആദ്യക്കുട്ടൻ അത് തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് വാശിയായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ടൻ ഇച്ചിരി കഴിച്ചു, സോച്ചേട്ടനും കഴിച്ചു, ഞങ്ങളാരും കഴിച്ചില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മീൻകറി സൂപ്പറായിരുന്നു, മീൻകറിയും മീൻ വറുത്തതും അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇത് മീൻ വറുത്തതൊക്കെ എടുത്തിട്ട് നമുക്ക് കപ്പയും മീനിലൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത്, മീൻ കറിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നമ്മുടെ സാലഡൊക്കെ എടുത്തിട്ട് ആഹാ അടിപൊളി.
അങ്ങനെ ഇതേ ആദ്യക്കുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആദ്യക്കുട്ടന് മീൻകറി വേണ്ട, പന്നിയുടെ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുറച്ചൊക്കെ കഴിച്ചു. അവന് നല്ല എരിവുണ്ട്, എന്നാലും അത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. അച്ഛനും അമ്മയും ചേട്ടനും ആദിയും ഞാനും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ദേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം തന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ദേ സോച്ചേട്ടനും കഴിക്കുവാണ് ചൂര മീൻകറിയും. സോച്ചേട്ടന് പന്നി ഒക്കെ വാങ്ങിയിട്ട് അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സോച്ചേട്ടനും മീൻകറി തന്നെ എടുത്തു. മീൻകറി പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ദേ സോച്ചേട്ടൻ അപ്പവും മീൻകറിയും കഴിക്കുവാണ്. നല്ല ഇഷ്ടപ്പെട്ടു സോച്ചേട്ടന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.